പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 41-ാം ദിനം. ഒരു കർഷകന് യജമാനൻ വിലയേറിയ ഒരു വിത്ത് നൽകി. യാത്രക്കാർക്ക് തണലും വിശക്കുന്ന പക്ഷികൾക്ക് പഴവും നൽകുന്ന വലിയൊരു വൃക്ഷമായി വളരുവാനുള്ള സാധ്യത ഈ വിത്തിനുള്ളിൽ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തൻ്റെ യജമാനനെ ബഹുമാനിക്കാൻ ആഗ്രഹിച്ച ആ കർഷകൻ അത് നടാൻ പുറപ്പെട്ടു. പക്ഷേ അത് നടാൻ കഴിയുന്നതിന് മുൻപ് 3 ശബ്ദങ്ങൾ അവനെ പ്രലോഭിപ്പിച്ചു. ആദ്യം വിശ്രമിക്കാൻ ഒരു അരുവിയുടെ കരയിലിരിക്കുമ്പോൾ വിശപ്പ് അവനെ കടിച്ചു കീറി. അപ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം മുഴങ്ങി, ഇപ്പോൾ വിത്ത് വറുക്കുക, അതിൻ്റെ ചൂടും എണ്ണയും നിന്റെ വയറ് നിറയ്ക്കും. അവൻ വിത്ത് കയ്യിൽ പിടിച്ച് യജമാനന്റെ വാഗ്ദാനത്തെക്കുറിച്ച് ചിന്തിച്ചു. എന്നിട്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു, ഇല്ല, അതിൻ്റെ സമയത്ത് ഫലം കായ്ക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിത്ത് ഞാൻ നശിപ്പിക്കില്ല. രണ്ടാമതായി ഒരു ശക്തമായ കാറ്റ് ഉയർന്നു വന്ന് അവൻ്റെ സഞ്ചിയിൽ നിന്നും വിത്തിനെ എടുക്കുവാൻ ശ്രമിച്ചു. അപ്പോഴും ഒരു ശബ്ദം അവൻ്റെ ഉള്ളിൽ മുഴങ്ങി, വിത്ത് തീയിലേക്ക് എറിയുക, അത് ശരിക്കും നല്ലതാണെങ്കിൽ തീജ്വാലകളിൽ നിന്ന് പോലും മുളച്ചു വരും. എന്നാൽ കർഷകൻ വിത്ത് തൻ്റെ വസ്ത്രത്തിൻ്റെ കീഴിൽ മറച്ചു വെച്ച് പറഞ്ഞു, എൻ്റെ യജമാനൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഈ വിത്ത് ഞാൻ ഒരിക്കലും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയില്ല. മൂന്നാമതായി ധനികനായ ഒരു വ്യാപാരി വിത്തിനു പകരമായി സ്വർണം വാഗ്ദാനം ചെയ്തു. അയാൾ പറഞ്ഞു, ഈ സ്വർണം കൊണ്ട് നിന്റെ ഗ്രാമത്തിനു വേണ്ടി നിനക്ക് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കർഷകൻ സ്വർണ്ണ നാണയങ്ങളിലേക്കും വിത്തിലേക്കും നോക്കിയിട്ട് മറുപടി പറഞ്ഞു, എൻ്റെ യജമാനൻ എന്നെ ഏൽപ്പിച്ച ഈ വിത്ത് നിന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങളെക്കാൾ എത്രയോ വിലപ്പെട്ടതാണ്. അതൊരിക്കലും ഞാൻ നിനക്ക് നൽകുകയില്ല. അങ്ങനെ ഒടുവിൽ അയാൾ ഒരു ചെറിയ കുഴിയെടുത്ത് വിത്ത് ഭൂമിയിൽ നട്ടു. എല്ലാ ദിവസവും അതിനെ വെള്ളം നനച്ചു. മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും അതിനെ സംരക്ഷിച്ചു. കാലക്രമേണ മണ്ണിനെ പിളർന്ന് ഒരു തൈയായി അത് പുറത്തേക്ക് വന്നു. ആ തൈയിൽ നിന്ന് ഒരു വലിയ വൃക്ഷം വളർന്നു. അതിൻ്റെ ശാഖകൾ വിശാലമായി പടർന്നു. അതിൻ്റെ ഫലം വിശക്കുന്നവരെ പോഷിപ്പിച്ചു. അതിൻ്റെ തണൽ ക്ഷീണിതരായ സഞ്ചാരികൾക്ക് വിശ്രമം നൽകി. ഈ കഥയിലെ കർഷകൻ 3 വ്യക്തമായ പ്രലോഭനങ്ങൾ നേരിട്ടു. വിത്ത് തനിക്ക് വേണ്ടി ഉപയോഗിക്കുക, ഒരു അടയാളത്തിനു വേണ്ടി വിത്തിനെ ഉപയോഗിക്കുക, ഈ വിത്ത് ഉപയോഗിച്ച് സമ്പത്ത് നേടുക. എന്നാൽ ഓരോ തവണയും അവൻ ആ പരീക്ഷകളെ നിരസിക്കുകയും തൻ്റെ യജമാനന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു. ഒടുവിൽ അവൻ്റെ ക്ഷമയ്ക്ക് പ്രതിഫലമായി അവൻ ചിന്തിച്ചതിലും വലിയ അനുഗ്രഹം ലഭിച്ചു. അതുപോലെ യേശു മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. വിശന്നപ്പോൾ അപ്പമായും പിന്നീട് അമാനുഷികനാകാനുള്ള പരിശോധനയായും ഒടുവിൽ ആരാധനയ്ക്ക് പകരമായി അധികാരത്തിനു വേണ്ടിയുമുള്ള പരീക്ഷകളെ അവൻ നേരിട്ടു. എന്നാൽ പിതാവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് ഓരോ പരീക്ഷകളെയും ചെറുത്ത് തോൽപ്പിച്ചു. തന്മൂലം നമുക്ക് രക്ഷ അവകാശമായി ലഭിച്ചു. ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ പാത പ്രലോഭനങ്ങളിൽ നിന്ന് മുക്തമല്ല. കർഷകൻ ഓരോ തിരിവിലും പരീക്ഷിക്കപ്പെട്ടതുപോലെ, ക്രിസ്തു തന്നെ മരുഭൂമിയിൽ പിശാചിനെ നേരിട്ടതുപോലെ, യേശു ക്രിസ്തുവിൻ്റെ അനുയായികളായ നമുക്ക് പരീക്ഷകൾ കൂടപ്പിറപ്പുകളാണ് എന്ന് ഓർക്കണമേ. പ്രലോഭനം എപ്പോഴും തിന്മയിൽ പൊതിഞ്ഞു നിൽക്കണമെന്നില്ല. അത് പലപ്പോഴും ഉപയോഗമുള്ളതും ബുദ്ധിപരമായും നല്ലതും എന്ന് തോന്നിപ്പിക്കപ്പെടും. എന്നാൽ ശിഷ്യത്വം നമ്മെ വിളിക്കുന്നത് ആരും കാണാത്തപ്പോഴും പ്രതിഫലം അകലെയാണെന്ന് തോന്നുമ്പോഴും അനുസരണത്തിൻ്റെ
സത്യസന്ധമായ പാതകളെ പിന്തുടരുവാനാണ്. സഭയിലും സമൂഹത്തിലും ഇന്ന് പ്രലോഭനങ്ങൾ വർദ്ധിക്കുന്നു. സേവനത്തെക്കാൾ സ്ഥാനം നേടുക, ക്ഷമ നിഷേധിക്കുക, സത്യം എന്ന പേരിൽ പരുഷമായി സംസാരിക്കുക, അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്നല്ല മറിച്ച് കാണാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ അനുദിനം നാം നേരിടുന്ന പരീക്ഷണങ്ങളാണ്. എന്നാൽ നാം വിശ്വസ്തരായി തുടരുകയാണെങ്കിൽ ദൈവം നമ്മിൽ നന്മകളെ വളർത്തും. പ്രലോഭനങ്ങളെക്കാൾ ശക്തവും ലോകത്തിന് നൽകാൻ കഴിയുന്ന എന്തിനേക്കാളും നിലനിൽക്കുന്നതുമായുള്ള സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ശിഷ്യത്വം എന്നത് നാം തിരഞ്ഞെടുക്കുന്ന ആശ്വാസമല്ല, അത് നമ്മൾ പിന്തുടരുന്ന ക്രിസ്തു നൽകുന്ന വിലപ്പെട്ട അനുഭവമാണ്. ക്രിസ്തുവേ, അനുദിനം ഞങ്ങൾ നേരിടുന്ന പരീക്ഷകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും മുക്തി നേടുവാനും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സസ്നേഹം, ഈപ്പനച്ചൻ.